ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 6 ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതിൻ്റെ 3-ാം ഭാഗം. ഇതിൽ കമ്മ്യൂണലിസം, സെക്കുലറിസം ആൻഡ് ദ നേഷ്യൻ സ്റ്റേറ്റ്, വർഗീയത, മതേതരത്വം, ദേശരാഷ്ട്രം, ഇന്ത്യൻ ദേശരാഷ്ട്രം. ഇനി ഇതിൽ കമ്മ്യൂണലിസം എന്നാൽ എന്ത്, വർഗീയത, ഇതെല്ലാം ചാലഞ്ചസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. റിലീജിയസ് ഗ്രൂപ്പ്, പലതരം റിലീജിയസ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് മതപരമായ ഒരു സങ്കുചിത മനോഭാവം ഉണ്ടാകുന്നതും കമ്മ്യൂണലിസത്തും അല്ലെങ്കിൽ വർഗീയതയിലേക്ക് നയിക്കുന്നത്. ദ വേർഡ് കമ്മ്യൂണലിസം റെഫേഴ്സ് ടു അഗ്രസീവ് ഷാവിനിസം ബേസ്ഡ് ഓൺ റിലീജിയസ് ഐഡൻറ്റിറ്റി. മതപരമായ സത്വത്തെ അടിസ്ഥാനമാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു മതവിഭാഗങ്ങളെ ആക്രമിക്കുന്ന ഒരു സങ്കുചിതത്വമാണ് വർഗീയത. ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് സീ വൺസ് ഓൺ ഗ്രൂപ്പ് ആസ് ദ ഓൺലി ലെജിറ്റിമേറ്റ് ഓർ വർത്തി ഗ്രൂപ്പ്. ഇവർ ചിന്തിക്കുന്നു ഞങ്ങളുടെ ഗ്രൂപ്പ് മാത്രമാണ് ഏറ്റവും നിയമാനുസൃതം അല്ലെങ്കിൽ യോഗ്യം, വിത്ത് അതർ ഗ്രൂപ്പ്സ് ബീയിങ് സീൻ ആസ് ഇൻഫീരിയർ. എന്നാൽ മറ്റ് വിഭാഗങ്ങൾ താഴ്ന്നവരാണ്. ഇല്ലെജിറ്റിമേറ്റ് ആൻഡ് ഒപ്പോസ്ഡ്. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമവിരുദ്ധരാണ് അല്ലെങ്കിൽ എതിരാളികളാണ്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് സീസ് വൺ ഓൺ ഗ്രൂപ്പ് ആസ് ദ ഓൺലി ലെജിറ്റിമേറ്റ് ആൻഡ് വർത്തി ഗ്രൂപ്പ് ആൻഡ് അതർ ഗ്രൂപ്പ് ഈസ് ഇൻഫീരിയർ, illegitimate and opposed. It is an aggressive political ideology that is connected to റിലീജിയൻ. ഇപ്പോൾ മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് വർഗീയത. ഇനി ഓൾ കമ്മ്യൂണലിസ്റ്റ് ഡു ബിലീവ് ഇൻ എ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ബേസ്ഡ് ഓൺ റിലീജിയൻ. അവർക്ക് അവരുടേതായ ഒരു രാഷ്ട്രീയ സത്വമുണ്ടായിരിക്കും, അതിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി കമ്മ്യൂണലിസ്റ്റ് കൾട്ടിവേറ്റ് ആൻ അഗ്രസീവ് പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി. അതേസമയം അവർ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അക്രമോത്സുകമായ ഒരു രാഷ്ട്രീയ ഐഡൻറ്റിറ്റിയാണ് അവർ ചെയ്യുന്നത്. ദേ ട്രൈ ടു അറ്റാക്ക് എവ്രി വൺ ഹൂ ഡസ് നോട്ട് ബിലോങ് ടു ദെയർ ഐഡൻറ്റിറ്റി. മറ്റുള്ളവരെ വെറുക്കുന്നു. പ്രിപ്പയർ ടു കണ്ടം എന്ന് വെച്ചാൽ അവരെ വെറുക്കുന്നു. ഓർ അറ്റാക്ക് എവ്രി വൺ, മറ്റുള്ളവരെ ആക്രമിക്കുന്ന ഒരു ടെൻഡൻസിയും കാണിക്കുന്നു. കമ്മ്യൂണലിസം ഈസ് ആൻ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ. അപ്പോൾ കമ്മ്യൂണലിസം ഒരു ഇഷ്യൂ ആണ് ഇൻ ഇന്ത്യ ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ എ റെക്കറൻറ്റ് സോഴ്സ് ഓഫ് ടെൻഷൻ ആൻഡ് വയലൻസ്. അപ്പോൾ വയലൻസും സംഘർഷങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്, ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വർഗീയത. They become blind and become mere tools in the hands of their respective community. സമുദായത്തിൻ്റെ കാഴ്ചപ്പാടിൽ, സമുദായത്തിൻ്റെ പ്രേരണയാൽ അവർ അന്ധരായി പോവുകയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതുപോലെ അവരുടെ നേതാക്കന്മാരുടെ കൈകളിലെ ഒരു ഉപകരണം മാത്രമായി വരികയാണ്. ദേ ആർ വില്ലിങ് ടു കിൽ, റേപ്പ് ആൻഡ് ലൂട്ട് മെമ്പേഴ്സ് ഓഫ് അതർ കമ്മ്യൂണിറ്റി. മറ്റു സമുദായത്തിലുള്ള ആളുകളെ, അതിനു മുമ്പ് ചിലപ്പോൾ അവർ സുഹൃത്തുക്കളായിരിക്കാം, അയൽപ്പക്കങ്ങളായിരിക്കാം. പക്ഷെ ഒരു വർഗീയ കലാപം വരുമ്പോൾ ഒരു വിഭാഗം, മതവിഭാഗം മറ്റു വിഭാഗത്തിലെ ആളുകളെ കൊല്ലുന്നു, അവിടുത്തെ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു, അവരുടെ വീടുകൾ കൊള്ളയടിക്കുന്നു. ഇന്ത്യ ഹാസ് ഹാഡ് എ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണൽ റൈറ്റ്സ് ഫ്രം പ്രീ ഇൻഡിപെൻഡൻസ് ടൈം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് കമ്മ്യൂണൽ റൈറ്റ്സ് കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഓഫൺ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി അഡോപ്റ്റഡ് ബൈ ദ കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷുകാർ അവരെ ഭിന്നിപ്പിച്ച്, മുസ്ലിംസിനെയും ഹൈന്ദവരെയും ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ആഗ്രഹിച്ചത്. ആ ഭിന്നിപ്പിൻ്റെ ഫലമായിട്ടാണ് 1947 ഭാരതം പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടിയും വന്നത്. ആ കാലഘട്ടത്തിൽ ഒരു വലിയൊരു വർഗീയ കലാപം ഉണ്ടാകുകയും ചെയ്തത്. ഇനി സെക്കുലറിസം എന്താണ്? സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷനായിട്ടാണ് കാണുന്നത്. എല്ലാ മതവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു മതേതരത്വ ചിന്ത. സെക്കുലറിസം ഇൻ ഇന്ത്യ മീൻസ് എ സ്റ്റേറ്റ് ദാറ്റ് സപ്പോർട്ട് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ എ ന്യൂട്രൽ മാനർ. അതായത് യാതൊരു വിധത്തിലുള്ള പാർഷ്യാലിറ്റിയിൽ ഒരു തുല്യത കൊടുക്കുന്നു ഇൻ ദ അഫയേഴ്സ് ഓഫ് ഓൾ റിലീജിയസ് ഗ്രൂപ്പ്.
എല്ലാ മതങ്ങൾക്കും തുല്യ ആദരവ് നൽകണമെന്നുള്ളതാണ് ഇന്ത്യൻ മതേതരത്വ സങ്കല്പം. എന്നാൽ വിദേശ മതേതരത്വം എന്ന് പറഞ്ഞാൽ അവർ രാഷ്ട്രീയവും മതവും രണ്ടും സെപ്പറേറ്റ് ആണ്. വെസ്റ്റേൺ സെക്യുലറിസം ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇന്ത്യൻ സെക്യുലറിസം. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം മീൻ സെപ്പറേഷൻ ഓഫ് ദ ചേർച്ച് ആൻഡ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ വഴിക്ക് ഭരണകാര്യങ്ങളുമായിട്ട് നടക്കും, പള്ളിക്കാര്യങ്ങളായിട്ട് നടക്കും. അപ്പോൾ മതത്തിൽ നിന്ന് അകന്ന് നിൽക്കണമെന്നാണ് സെക്യുലറിസം എന്നുള്ള പാശ്ചാത്യ സങ്കല്പം. ഇൻ ഇന്ത്യ ദ വേർഡ് സെക്യുലറിസം സ്റ്റാൻഡ് ഫോർ നോട്ട് ഫേവറിങ് എനി പർട്ടിക്കുലർ റിലീജിയൻ ഓർ ഓവർ അതേഴ്സ്. ഇന്ത്യയിൽ സെക്യുലറിസം എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേക താല്പര്യം കാണിക്കരുത് രാഷ്ട്രം എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് ഈസ് ആസ് ദ ഓപ്പോസിറ്റ് ഓഫ് കമ്മ്യൂണൽ. അപ്പോൾ വർഗീയതയുടെ നേർവിപരീതമാണ് മതേതരത്വം. വളരെയധികം ഹാർമോണിയസ് ആയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പരസ്പരം ആദരിച്ച് പോവുക. അപ്പോൾ സെക്യുലറിസം ഇംപ്ലൈസ് equal respect for all religion rather than the separation and distancing. തമ്മിൽ വേർതിരിക്കുന്നില്ല, തമ്മിൽ അകന്നു നിൽക്കുന്നില്ല, പരസ്പരം സഹകരിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇതാണ് മതേതരത്വം ഇന്ത്യയിലെ. ഇഫ് ദ ഗവൺമെൻറ് സപ്പോർട്ട് വൺ സെൻസ് ഓഫ് സെക്യുലറിസം ദ സപ്പോർട്ടേഴ്സ് ഓഫ് ദ അതർ ഗ്രൂപ്പ് ആർ അപ്സെറ്റ്. അപ്പോൾ അവിടെ എന്താണ് ഒരു പ്രോബ്ലം? സെക്യുലറിസം ഈസ് ഓൾസോ എ ചാലഞ്ച് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എന്താണ്? ഒരു ഗ്രൂപ്പിനെ ഏതെങ്കിലും വിധത്തിലൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് മൈനോറിറ്റി വിഭാഗം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ സപ്പോർട്ടേഴ്സ് ഓഫ് അതർ ഗ്രൂപ്പ് അവർക്കത് ഇഷ്ടപ്പെടില്ല. വൈ ഷുഡ് ദ സെക്യുലർ കൺട്രി ഗീവ് സബ്സിഡീസ് ടു ഹജ്ജ് പിൽഗ്രീംസ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണ്. അങ്ങനെയെങ്കിൽ സെക്യുലർ രാജ്യം എന്തിനാണ് ഹജ്ജ് തീർത്ഥാടകർക്ക് സബ്സിഡീസ് ധനസഹായം കൊടുക്കുന്നത്? പിന്നെ ഒരു ചോദ്യം വരികയാണ്, വൈ ഷുഡ് ദ സെക്യുലർ ഗവൺമെൻറ് മാനേജ് ദ തിരുമൽ ടെമ്പിൾ കോംപ്ലക്സ്? എന്തിനാണ് തിരുപ്പതി ക്ഷേത്ര സമുച്ചയത്തിലെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നത് ഗവൺമെൻറ്? സെക്യുലർ ഗവൺമെൻറ്റിന് എന്തിനാണ് മതത്തിനെക്കുറിച്ച് പ്രത്യേക താല്പര്യം? വൈ ഷുഡ് ദ സെക്യുലർ കൺട്രി സപ്പോർട്ട് ഹിമാലയൻ പിൽഗ്രിമേജ്? എന്തിനാണ് ഹിമാലയത്തിലേക്ക് പുണ്യകേന്ദ്രങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങളെ സഹായിക്കുന്നത് ഗവൺമെൻറ്? അല്ലെങ്കിൽ വൈ നോട്ട് അബോളിഷ് ഓൾ റിലീജിയസ് ഹോളിഡേയ്സ്? ഒരു സെക്യുലർ രാജ്യം എന്തിനാണ് പബ്ലിക് ഹോളിഡേ ആയിട്ട് റിലീജിയസ് ഹോളിഡേ കൊടുക്കുന്നത്? ഇഫ് സെക്യുലർ ഗവൺമെൻറ് ബാൻ കൗ സ്ലോട്ടർ, വൈ നോട്ട് ബാൻ പിഗ് സ്ലോട്ടർ? ബിക്കോസ് വൺ റിലീജിയൻ പ്രൊഹിബിറ്റ് ഈറ്റിംഗ് പോർക്ക്. ഇപ്പോൾ സെക്യുലർ രാജ്യം ഒരു പുണ്യമൃഗം എന്ന പേരിൽ ഗോവധം നിരോധിക്കുന്നു എങ്കിൽ അത് നിരോധിക്കാൻ പാടുണ്ടോ? അങ്ങനെ നിരോധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും പന്നി മാംസവും നിരോധിക്കേണ്ടതല്ലേ? കാരണം മുസ്ലിം വിഭാഗങ്ങൾക്ക് പന്നി മാംസം എന്നുള്ളത് ഒരു ഹറാമായ സംഭവമാണ്. വൈ നോട്ട് അബോളിഷ് ഓൾ റിലീജിയസ് ഹോളിഡേയ്സ്? അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം, ഗാന്ധി ജയന്തി മാത്രമൊക്കെ അവധിയാക്കിയാൽ മതിയോ? ഇഫ് ദ സിഖ് ആർമി ക്യാൻ ഹാവ് ലോങ് ഹെയർ ആൻഡ് വെയർ ദെയർ ടർബൻ, വൈ കാൻ ദ ഹിന്ദു സോൾജിയേഴ്സ് ബി അലൗഡ് ടു ഷേവ് ദെയർ ഹെഡ്? അപ്പോൾ ഒരു സിഖ് ആർമിക്ക് മുടി നീട്ടി വളർത്താം, അവരുടെ തലപ്പാവ് വെക്കാം. എന്തുകൊണ്ട് ഒരു ഹൈന്ദവ പട്ടാളക്കാരനെ തലമുടി മുണ്ടനം ചെയ്തുകൂടാ? വൈ കാൻ ദ മുസ്ലിം സോൾജിയേഴ്സ് ബി അലൗഡ് ടു കീപ് ലോങ് ബേർഡ്? അപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം യോദ്ധാക്കൾക്ക് താടി വളർത്തിക്കൂടാ? ഒരുപാട് പ്രശ്നങ്ങൾ സീരിയസ് ഗവൺമെൻറ് ഓരോ പ്രാവശ്യവും അധികാരത്തിൽ ഏറ്റെടുക്കുന്ന ഗവൺമെൻറ് ഈ ചോദ്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. സെറ്റിലിംഗ് സച്ച് ഡിസഗ്രിമെൻറ്റ് പോസസ് എ സീരിയസ് പ്രോബ്ലം ടു ദ ഗവൺമെൻറ് ഇൻ പവർ. അധികാരത്തിൽ വരുന്നവർ ഇതിന് ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഈസ് കമ്മിറ്റഡ് ടു സെക്യുലറിസം ഓൺ വൺ സൈഡ്. അപ്പോൾ ഒരു സൈഡിൽ സെക്യുലറിസം എന്ന് പറയുന്നുണ്ട്, മറ്റൊരു സൈഡിൽ മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ് പ്രൊവൈഡ് സ്പെഷ്യൽ കൺസിഡറേഷൻ ടു മൈനോറിറ്റി വിൽ ഹാവ് ടു ഫേസ് ദ ചാർജസ് ഓഫ് ഫേവറേറ്റിസം. അപ്പോൾ ഒരു മൈനോറിറ്റി വിഭാഗത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയും ഫേവറേറ്റിസം കാണിക്കുന്നു, അതായത് ന്യൂനപക്ഷപാതം കാണിക്കുന്നു. അപ്പോൾ ക്രിറ്റിക്സ് മൈറ്റ് ഈവൻ കൺസിഡർ സച്ച് ആക്ഷൻസ് ആസ് ഫേവർ ഗ്രാൻറ്റഡ് ടു ദ മൈനോറിറ്റീസ് ഫോർ ദെയർ വോട്ട്സ് ആൻഡ് സപ്പോർട്ടിങ് ഡ്യൂറിങ് ഇലക്ഷൻ. ചിലവർ പറയും
ആ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്, അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സമുദായത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അവരുടെ പിന്നാലെ സപ്പോർട്ടായിട്ട് നടക്കുന്നത്, ന്യൂനപക്ഷത്തിൻ്റെ പിന്നാലെ. If such special protection is not provided to the minorities, government may be accused imposing the value of majority on minority. ഇനി ആ മൈനോറിറ്റിയെ അവഗണിച്ചാലോ? അപ്പോൾ പറയും മെജോറിറ്റിയുടെ താല്പര്യങ്ങൾ മൈനോറിറ്റിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം പ്രശ്നം തന്നെ. കമ്മ്യൂണലിസം പ്രശ്നം, അതുപോലെ റീജിയണലിസം പ്രശ്നം, അതുപോലെ തന്നെ ഇവിടെ സെക്യുലറിസവും ഒരു പ്രശ്നം തന്നെയാണ്. ദീസ് ആർ ദ ചലഞ്ചിങ് ഇഷ്യൂസ്. അപ്പോൾ ചലഞ്ചിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇതെല്ലാം പറയണം: റീജിയണലിസം, സെക്യുലറിസം ആൻഡ് കമ്മ്യൂണലിസം. ഇനി അടുത്തത് ഇതിൽ അടുത്തൊരു ഭാഗവും കൂടിയുണ്ട്, സ്റ്റേറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി, പൗരസമൂഹം. ഇപ്പോൾ രാഷ്ട്രത്തിലെ പൗരസമൂഹം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സൊസൈറ്റി, ഒരു അസോസിയേഷൻ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ക്രൂഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ചിലപ്പോൾ അത് അതോറിറ്റേറിയൻ ആകാം, എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപത്യമാകാം. ചിലപ്പോൾ അത് ഡെമോക്രാറ്റിക്കും ആകാം. എങ്ങനെയാണെങ്കിലും നമുക്ക് അറിയാം ചില പരിമിതികളുണ്ട്. ഹെൻസ് ദ പീപ്പിൾ ഹാവ് നോ വോയിസ് ഇൻ ദ അതോറിറ്റേറിയൻ സൊസൈറ്റീസ്. അവിടെ അതോറിറ്റീസ് ആർ നോട്ട് അക്കൗണ്ടബിൾ ടു എനിവൺ. ആരോട് ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തിൽ. ആൻ അതോറിറ്റേറിയൻ സ്റ്റേറ്റ് ഇൻക്ലൂഡ് ദ കൺട്രി ദാറ്റ് ലാക്ക് സിവിൽ ലിബർട്ടി. പൗരവർക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ ഇല്ല, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഇല്ല, ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല. ദേ ഹാവ് നോ ഓൾ ദീസ് സിവിൽ ലിബർട്ടി. അപ്പോൾ ഇത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ നോട്ട് അൺവില്ലിങ് ടു ലിസൺ ടു ദ നീഡ്സ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ്. അറ്റ് ദിസ് ക്രിട്ടിക്കൽ പോയിന്റ് നോൺ സ്റ്റേറ്റ് ഏജൻസീസ് ബിഗിൻ ടു ആക്ട്. അപ്പോൾ ചില സമയത്ത് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിനെ പോലെ പെരുമാറും. സം ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓൾസോ ആക്ട് ആസ് അതോറിറ്റേറിയൻ ഗവൺമെൻറ്. സോ ദർ ഇസ് എ പ്രോബ്ലം റൈസസ്. ഇത്തരം സന്ദർഭങ്ങളിൽ സ്റ്റേറ്റ് ഏജൻസി ബിഗാൻ ടു ആക്ട്. അപ്പോൾ ഇത് കീപ്പിംഗ് വാച്ച് ഓവർ വാട്ട് ദ സ്റ്റേറ്റ് ഈസ് ഡൂയിങ് ആസ് വെൽ ആസ് ഇറ്റ്സ് പാർട്ട്, ദ നോൺ സ്റ്റേറ്റ് ഏജൻസി പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ് ഇഫ് നെസസറി. അങ്ങനെ രാഷ്ട്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അതിനെതിരെ സംഘടിക്കുകയും ചെയ്യുന്നു. ദേ ആർ നോൺ ആസ് സിവിൽ സൊസൈറ്റി. അപ്പോൾ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പൗരസമിതി എന്ന് പറഞ്ഞാൽ അതാണ്. പൗരസമിതി എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സിവിൽ സൊസൈറ്റി? ഇറ്റ് ഈസ് ദ നോൺ സ്റ്റേറ്റ്, നോൺ മാർക്കറ്റ് പാർട്ട്, നോട്ട് ഫോർ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഗവൺമെൻറ്, part of the public domain wherein individual come together voluntary, no compulsory, nothing, no one is forcing to join this association and forms institutions or organization. അപ്പോൾ ഇതൊരു രാഷ്ട്രീയേതര വിപണിയേതര മേഖലയാണ്. ആളുകൾ സ്വമേധയാലെത്തുന്നു, അതുപോലെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നു. അതിന് ഏറ്റവും ഉദാഹരണം പ്രൈവറ്റ് TV ചാനൽ ആർ എക്സാമ്പിൾസ് ഫോർ സിവിൽ സൊസൈറ്റി. ഇനി ഡ്യൂറിങ് 1970s several civil society emerged because of emergency that claimed the Indian people in 1975. ആ സമയത്താണ് the parliament was suspended, civil liberties was curtailed. Curtailed means banned. Many who raised their voice against it were put behind the bar. അപ്പോൾ ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, പത്രമാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല, എല്ലാം സെൻസർഷിപ്പ് ടുക്ക് എവേ ഓൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. പത്രമാധ്യമങ്ങൾ പാടില്ല, അങ്ങനെയുള്ള ഒന്നും തന്നെ പാടില്ല, എല്ലാം നിരോധിച്ചു. ഒഫീഷ്യൽസ് നോട്ട് ഇംപ്ലിമെൻറ്റിംഗ് ദ റോങ് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ് വെർ ഇമ്മീഡിയറ്റ്ലി ഡിസ്മിസ്ഡ്. അതായത് അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തു. The mass sterilization program introduced during the emergency led to the death of 1,000 due to the irresponsible surgeries. കാരണം എന്താണ്? ഈ കാലഘട്ടത്തിലെ മാസ് സ്റ്റെറിലൈസേഷൻ, വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് പോപ്പുലേഷൻ പോളിസിയുടെ 52ൻ്റെ ഭാഗമായി ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ആളുകളുടെ ഇഷ്ടം അല്ലാതെ തന്നെ ആളുകളെ വന്ധീകരണത്തിന്
വിധേയരാക്കി. ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. ഇത് ഇൻഫെക്ഷനായി. അതിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ 70s സെവറൽ സിവിൽ സൊസൈറ്റി വന്നത്. ദീസ് മൂവ്മെൻറ്റ്സ് ടുക്ക് അപ്പ് ഡിഫറെൻറ്റ് സോഷ്യൽ ഇഷ്യൂസ് ലൈക്ക് റേപ്പ്, ട്രൈബൽ സ്ട്രഗിൾ, വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ, ഫിഷർമെൻസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് മെക്കനൈസ്ഡ് ഫിഷിംഗ് ബോട്ട്, സ്ലം ഡിമോളിഷൻ വിത്തൗട്ട് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ്, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ ലാൻഡ്ലെസ് ദളിത്. ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റെടുത്തു. ആദിവാസി ഭൂമി സമരങ്ങൾ, സ്ത്രീക്കുള്ള അതിക്രമങ്ങൾ, ഇങ്ങനെയുള്ള ഒത്തിരി. സിവിൽ ലിബർട്ടീസ് ഓർഗനൈസേഷൻ ആക്റ്റഡ് ആസ് എ വാച്ച് ഡോഗ് ആൻഡ് ദ മീഡിയ ബോത്ത് വിഷ്വൽ ആൻഡ് ഇലക്ട്രോണിക് കോൺട്രിബ്യൂട്ടഡ് ദെയർ ഷെയർ. ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളാണ് അതിൽ സഹായിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു നിയമവും കൂടി വന്നു, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 205. The campaigns for right to information started in Rajasthan when the people wanted to know how government funds were spent on village development. അത് രാജസ്ഥാനിലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. അതായത് അവരൊരു സംഘടന, മസ്ദൂർ കിസാൻ ശക്തി സങ്കേതം എന്ന് പറഞ്ഞ സംഘടന, ഗ്രാമവികസനത്തിന് വേണ്ടി ചെലവഴിച്ച ഫണ്ട് എങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ആക്ട് പുറപ്പെടുവിക്കാൻ കാരണം. ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ ദ നേഷൻ ആൻഡ് ദ ഗവൺമെൻറ് ഹാഡ് ടു പാസ് എ ന്യൂ ലോ ഫോർ ദ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ. അങ്ങനെയാണ് ഈ വിവരാവകാശ നിയമം ഗവൺമെൻറ് പാസ്സാക്കിയത്. അപ്പോൾ അത് പാർലമെൻറ്റിൽ ഒരുപാട് ചർച്ചയായി. ലോ എനാക്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഗിവിങ് ഇന്ത്യൻസ്, അത് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, അത് സ്പെഷ്യൽ ലോൻ്റെ കീഴിലായതുകൊണ്ട് ബാക്കി എല്ലാ ഗവൺമെൻറ് റെക്കോർഡുകളും ആളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എനി പേഴ്സൺ മേ റിക്വസ്റ്റ് ഇൻഫോർമേഷൻ ഫ്രം ദ പബ്ലിക് അതോറിറ്റി, ചോദിക്കാം, വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിലേ എക്സ്പെൻഡിഷ്യലി ഓർ വിതിൻ 30 days. അപ്പോൾ ഇവിടെ അപേക്ഷ നൽകാം, 30 ദിവസത്തിനുള്ളിൽ അത് ഉത്തരം നൽകാം. അപ്പോൾ എന്തൊക്കെയാണ് RIT ആക്ട് 2005? ഇൻഫോർമേഷൻ, വിവരാവകാശം, കോപ്പി എടുക്കാം, അതുപോലെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാം, ക്യാൻ ഗെറ്റ് ഇൻഫോർമേഷൻ ഇൻ പ്രിൻറ്റ്, ഡിസ്ക്, ടേപ്സ്, വീഡിയോ ടേപ്സ് എല്ലാമായിട്ട് ഉപയോഗിക്കാം. ഇതോടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഇനി 7ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനുമായി ഉടനെ എത്താം. താങ്ക് യു.